അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പഞ്ചാക്ഷരി മാത്രം ജപിച്ചു പോയാൽ നമ്മൾ സന്യാസിയായിട്ട് അങ്ങ് പോകും. കല്യാണം കഴിച്ച ആൾ മറ്റൊരു വേറെടുത്തോട്ട് പോകും. അതുവരെ ഇത് ഡെഡായിരുന്നു, മരിച്ച സാധനമായിരുന്നു, ഒരു ബലമില്ല. നമ്മൾ ജീവൻ അതിലോട്ട് കൊടുക്കുകയാണ്. അഘോര മന്ത്രം എന്ന് പറയുമ്പോൾ ചിലർ സംശയിക്കും, ഈ ഗുരുജി പറഞ്ഞ അഘോരമന്ത്രം വേറെയാണല്ലോ, മറ്റേത് അഘോരമന്ത്രം വേറെയാണല്ലോ എന്ന് പറഞ്ഞാൽ അതെ. കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ ഈ എപ്പിസോഡിലും നമ്മുടെ ഒപ്പം ഉള്ളത് രുദ്രാക്ഷത്തിൻ്റെ മേന്മകൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഗുരുജിയാണ്. ഗുരുജിയുടെ അടുത്ത് നമുക്ക് രുദ്രാക്ഷത്തിൻ്റെ അടുത്ത ചില വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അതായത് നമ്മൾ 27 നക്ഷത്രത്തിനും ഓരോ രുദ്രാക്ഷമാണ്. പക്ഷേ ഞാൻ ആദ്യമേ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, അതായത് 24 മുഖം വരെ ഇന്ന് ലോകത്ത് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് 27 നക്ഷത്രമാണ്. അപ്പോൾ 27 നക്ഷത്രത്തിന് 27 രുദ്രാക്ഷമില്ല. അപ്പം ഓരോ നക്ഷത്രത്തിനും രുദ്രാക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത തന്നെ കേതുവാണ്. അപ്പോൾ കേതുവിന് അശ്വതി നക്ഷത്രക്കാർ ധരിക്കേണ്ട 9 മുഖ രുദ്രാക്ഷമാണ്. 9 മുഖം. അശ്വതി നക്ഷത്രക്കാരെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അശ്വതി നക്ഷത്രത്തിന് 9 മുഖ രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുക്രനാണ് അധിഷ്ഠാന ദേവത. ശുക്രൻ്റെ അധിഷ്ഠാന ദേവത അശ്വതി, ഭരണിയുടെ അധിഷ്ഠാന ദേവത ശുക്രനായതുകൊണ്ട് 6 മുഖ രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്. അതുമാതിരി കാർത്തികയ്ക്ക് സൂര്യനാണ്. സൂര്യൻ അധിഷ്ഠാന ദേവതയാകുമ്പോൾ 1, 11, 12 മൂന്നിലേത് വേണേലും ധരിക്കാം. രോഹിണി നക്ഷത്രം ചന്ദ്രനാണ് അധിഷ്ഠാന ദേവത, 2 മുഖിയാണ് ധരിക്കേണ്ടത്. മകീരം നക്ഷത്രം ചൊവ്വയാണ് അധിഷ്ഠാന ദേവത, 3 മുഖിയാണ്. തിരുവാതിര രാഹുവാണ് അധിഷ്ഠാന ദേവത, 8 മുഖമാണ് ധരിക്കേണ്ടത്. പുണർദം വ്യാഴം ആണ് അധിഷ്ഠാന ദേവത, അതുകൊണ്ട് 5 മുഖിയാണ് ധരിക്കേണ്ടത്. പൂയം ശനിയാണ്, 7 മുഖിയാണ് ധരിക്കേണ്ടത്. ആയില്യത്തിൻ്റെ ബുധനാണ് അധിഷ്ഠാന ദേവത, 4 മുഖം ധരിക്കണം. മകം കേതുവാണ് അധിഷ്ഠാന ദേവത, അതായതിനാൽ 9 മുഖം ധരിക്കണം. പൂരം നക്ഷത്രത്തിന് ശുക്രനാണ് അധിഷ്ഠാന ദേവത, 6 മുഖം ധരിക്കണം. ഉത്രത്തിന് സൂര്യനാണ്. മുമ്പ് പറഞ്ഞതുമാതിരി സൂര്യൻ എവിടേക്ക് വരുന്നോ അവിടെ 1, 11, 12 മുഖം രുദ്രാക്ഷം ധരിക്കാം. അത്തം ചന്ദ്രനാണ്, 2 മുഖമാണ്. ചിത്തിര ചൊവ്വയാണ്, 3 മുഖമാണ്. ചോതി രാഹുവാണ്, 8 മുഖമാണ്. വിശാഖം വ്യാഴമാണ്, 5 മുഖമാണ്. അനിഴം ശനിയാണ്, വീണ്ടും 7 കേട്ട് ബുധനാണ്, 4 മുഖമാണ്. മൂലം കേതുവാണ്, 9 മുഖമാണ്. പൂരാടം ശുക്രനാണ്, 6 മുഖമാണ്. ഉത്രാടം സൂര്യനാണ്, വീണ്ടും ആദ്യം പറഞ്ഞ മാതിരി 1, 11, 12. തിരുവോണം ചന്ദ്രനാണ്, 2 മുഖമാണ്. അവിട്ടം ചൊവ്വയാണ് അധിഷ്ഠാന ദേവത, 3 മുഖമാണ്. ചതയത്തിൻ്റെ രാഹു ആയതിനാൽ 8 മുഖമാണ്. പൂരുരുട്ടാതി വ്യാഴമായതിനാൽ 5 മുഖമാണ്. ഉത്രട്ടാതി ശനി ആയതിൽ 7 മുഖവും. രേവതി ബുധനായതുകൊണ്ട് 4 മുഖവുമാണ് ധരിക്കേണ്ടത്. അങ്ങനെ 27 നക്ഷത്രക്കാർക്കും ധരിക്കേണ്ട രുദ്രാക്ഷത്തിനെ പറ്റി ഞാനിവിടെ പറഞ്ഞു. ഓക്കെ ഗുരുജി, ഇതെങ്ങനെയാണ്, അതായത് കയ്യിലാണോ ധരിക്കേണ്ടത്, കഴുത്തിൽ എങ്ങനെ, അത് നമ്മുടെ ഇഷ്ടപ്രകാരമാണോ അതോ? തീർച്ചയായിട്ടും അതിനും വിധിപ്രകാരം. നമ്മൾ കഴുത്തേൽ ധരിക്കുന്നത് തീർച്ചയായിട്ടും 108 ആയിരിക്കണം. അത് പൂണുനൂലായിട്ടും ധരിക്കാം, ഈ 108 മാല തന്നെ. മണിപൂരകത്തിൽ ധരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് വേറെയാണ്, അത് നക്ഷത്രം നോക്കിയിട്ടാണ് അതിൻ്റെ കണക്ക് നിശ്ചയിക്കുന്നത്. പിന്നെ തലയിൽ ധരിക്കാം, അതും നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനപരമാക്കിയായിട്ടാണ്. തലയിൽ ഇങ്ങനെ വട്ടമായിട്ട് ധരിക്കും. കഴുത്ത് മണിപൂരകം, പിന്നെ പൂണുനൂല് മാലയായിട്ട്, ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് രുദ്രാക്ഷം ധരിക്കാം. അതാണ് രുദ്രാക്ഷം ധരിക്കേണ്ട. ഇവിടെ അങ്ങനെ ഏതെല്ലാം ശരീരത്തിൻ്റെ ഏതെല്ലാം നാഭിയിലൊക്കെ ധരിക്കുന്നുണ്ട്, പക്ഷേ അത് സന്യാസിമാരൊക്കെയാണ്. അപ്പോൾ ഗുരുജി, നമുക്ക് രുദ്രാക്ഷം ഏതൊക്കെ നക്ഷത്രക്കാർ എങ്ങനത്തെ രുദ്രാക്ഷയ്ക്കാണ് ധരിക്കേണ്ടതെന്നുള്ള ഗുരുജി നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. കയ്യിൽ ധരിക്കണേൻ്റെയും കഴുത്തിൽ ധരിക്കണേൻ്റെ ഒക്കെ എല്ലാം ഗുരുജി നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും രുദ്രാക്ഷം ധരിക്കുന്ന വിധിപ്രകാരം ധരിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ നമ്മൾ രുദ്രാക്ഷം പറഞ്ഞു കൊടുത്തു ഇഷ്ടപ്പെട്ടവർക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ധരിക്കുമെന്ന് കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ടാവും. അപ്പം ഞാൻ അതുകൂടെ മനസ്സിലാക്കി തരാം. നമ്മൾ രുദ്രാക്ഷം ധരിക്കാൻ ഉദ്ദേശിക്കുന്ന രുദ്രാക്ഷം അവനവൻ്റെ രുദ്രാക്ഷം ഏത് രുദ്രാക്ഷമാണോ അത് നമ്മൾ ഇപ്പം ആമസോണിലും ഒക്കെ നമുക്ക് നല്ല രുദ്രാക്ഷം, ശുദ്ധമായ രുദ്രാക്ഷം കിട്ടും.
അതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടും. പിന്നെ രുദ്രാക്ഷം വിൽക്കുന്ന നമ്മുടെ കടകളുണ്ട്. മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിലൊക്കെ രുദ്രാക്ഷം കിട്ടും. ഒരുമാതിരിപ്പെട്ട ആശ്രമങ്ങളിലെല്ലാം ഇപ്പോൾ രുദ്രാക്ഷം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ രുദ്രാക്ഷം വാങ്ങിക്കൊണ്ട് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട രീതി, ആദ്യം നമ്മൾ ശുദ്ധജലത്തിൽ അതിനെ കഴുകി പിന്നെ പഞ്ചഗവ്യത്തിൽ കഴുകണം. പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പശുവിൻ്റെ 5, അതായത് പാല്, തൈര്, മോര്, പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകനീര്, ഇതാണ് പഞ്ചഗവ്യം. അപ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ വീട്ടിലുണ്ടാക്കണമെന്ന് നിയമമൊന്നുമില്ല. നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചഗവ്യം കൊണ്ടുവന്നാൽ നമ്മുടെ ജലത്തിൽ അത് മിക്സ് ചെയ്തിട്ട് അത് ആദ്യം പഞ്ചഗവ്യത്തിൽ, രണ്ടാമത് പഞ്ചഗവ്യത്തിൽ കഴുകി, മൂന്നാമത് പഞ്ചാമൃതത്തിൽ കഴുകണം. പഞ്ചാമൃതത്തിൽ കഴുകിയതിന് ശേഷം വീണ്ടും ഇതിനെ ശുദ്ധജലത്തിൽ കഴുകി നമ്മൾ ആദ്യം ഇതിന് കർപ്പൂരം അല്ലെങ്കിൽ ചന്ദനത്തിരി ധൂപം കൊടുക്കണം. ധൂപം കൊടുക്കുമ്പോഴാണ് ഇതിനൊരു ജീവൻ വയ്ക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഇത് ഡെഡായിരുന്നു, മരിച്ച സാധനമായിരുന്നു, ഒരു ബലമില്ല. നമ്മൾ ജീവൻ അതിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അർച്ചന, നമ്മുടെ നക്ഷത്രപ്രകാരമുള്ള നക്ഷത്രത്തിൻ്റെ അർച്ചനാർത്ഥികളൊക്കെ നമുക്ക് ചെയ്യാം. ചെയ്തതിന് ശേഷം ചെറിയൊരു മൺകുടം കരവാകാം. ആ മൺകലം എടുത്ത് കമഴ്ത്തി വെച്ചിട്ട് നമ്മുടെ ഇടത് കൈയിൽ ഒരു താമര ഇതള് ഇടത് കൈയുടെ മധ്യത്തിൽ വെച്ചിട്ട് അതിൽ ധരിക്കാൻ ഉദ്ദേശിക്കുന്ന രുദ്രാക്ഷം നമ്മുടെ ആ താമര ഇതളിനകത്ത് വെച്ചിട്ട് 108 പ്രാവശ്യം ഇതിൻ്റെ മൂലമന്ത്രം ഏതാണോ ആ മൂലമന്ത്രം ജപിക്കണം. 108 പ്രാവശ്യം ജലം കൊടുക്കണം, 108 പ്രാവശ്യം പുഷ്പം കൊടുക്കണം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം അഘോരമന്ത്രം. ഗുരുജി, ഞാനൊരു സംശയം ചോദിക്കുക, ഓരോ മുഖത്തിനും ഓരോ മൂലമന്ത്രമാണോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു 24 മുഖം വരെ ഇന്ന് സുലഭമല്ല, അവൈലബിളാണ്. ആ 24 മുഖത്തിനും ഓരോ മൂലമന്ത്രങ്ങളും ഓരോ ദേവതയാണ്. ഞാനിപ്പോൾ 27 നക്ഷത്രത്തിൻ്റെ ദേവതയും രുദ്രാക്ഷവും പറഞ്ഞു, മുഖവും എന്ന് പറഞ്ഞതുപോലെ ഓരോ രുദ്രാക്ഷത്തിന് നമുക്ക് മൂലമന്ത്രം ഉപദേശം വാങ്ങണം. ഉപദേശം വാങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ വിധിപ്രകാരം ധരിച്ചിട്ട് 108 അഘോരമന്ത്രം ജപിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞല്ലോ, അഘോരമന്ത്രം എന്ന് പറയുമ്പോൾ ചിലർ സംശയിക്കും, ഈ ഗുരുജി പറഞ്ഞ അഘോരമന്ത്രം വേറെയാണല്ലോ, മറ്റേത് അഘോരമന്ത്രം വേറെയാണല്ലോ എന്ന് പറഞ്ഞാൽ. അതെ, ഇത് രുദ്രാക്ഷത്തിൻ്റെ അഘോരമന്ത്രമാണ്. മറ്റേ അഘോരമന്ത്രം ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംബൽ സ്വാഹ. അത് അഘോരമന്ത്രം. മറ്റേ നമ്മുടെ താന്ത്രികത്തിലുള്ള രുദ്രാക്ഷത്തിൻ്റെ അഘോരമന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംബൽ സ്വാഹ. ഇത് താന്ത്രികത്തിലെ ഓം ആഘോർ, ഓം അഘോരാധാർ, ഓം ഹും ഹ്രാം നമസ്തേ രുദ്രരൂപായ ഹ്രീം സ്വാഹ. ഇത് രുദ്രാക്ഷത്തിൻ്റെ അഘോരമന്ത്രം. അപ്പോൾ ഇത് 108 തവണ ജപിച്ചിട്ട് നമ്മളിത് ധരിച്ചാൽ, ഞാൻ തറപ്പിച്ചും പറയാം, അതിൻ്റെ ഫലം കിട്ടും. പിന്നെ രുദ്രാക്ഷ ധാരണം കൊണ്ട് നമുക്ക് ഫലം കിട്ടിയില്ലെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബഹുമാന പുരുഷരം ധരിക്കുന്നോ അതിൻ്റെ ഫലം തീർച്ചയാണ്. നമ്മളതിനെ ബഹുമാന പുരുഷരം ധരിച്ചില്ലെങ്കിൽ ദോഷമൊന്നുമില്ല, ഫലം കിട്ടില്ല, അത്രേ ഉള്ളൂ. ദോഷമൊന്നുമില്ല. ആരെങ്കിലും ചോദിക്കുക ഞാൻ രുദ്രാക്ഷം ധരിച്ചിട്ട് എനിക്ക് ദോഷം ഇല്ല, ഒരു തീരിലും. അഥവാ അങ്ങനെ തോന്നിയാൽ പഞ്ചാക്ഷരി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ രുദ്രാക്ഷമായിട്ട് ബന്ധപ്പെട്ട് അതും കൂടി പറഞ്ഞേക്കാം. നമ്മളെപ്പോഴും കുട്ടി ഒരു ശിവ പഞ്ചാക്ഷരി ജപിക്കാൻ പറഞ്ഞാൽ എന്താണ്? ഓം നമ ശിവായ അല്ലേ? പക്ഷേ ഇപ്പം കുട്ടി വിവാഹിതയല്ലാത്തത് കൊണ്ടാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി പഞ്ചാക്ഷരി മാത്രം ജപിച്ചുകൊണ്ട് കാര്യമില്ല, ശക്തി പഞ്ചാക്ഷരി ജപിക്കണം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയൊരു അറിവാണ്. ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുന്നത് ദേവിയെ കൂടെ ചേർത്തിട്ട്, ദേവി ഹ്രീം പാർവതിയ, ഓം ഹ്രീം നമ ശിവായ. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ പഞ്ചാക്ഷരി മാത്രം ജപിച്ചു പോയാൽ നമ്മൾ സന്യാസിയായിട്ട് അങ്ങ് പോകും. കല്യാണം കഴിച്ച ആൾ വേറെടുത്തോട്ട് പോകും. അപ്പം നമ്മുടെ ഗുരുജി ഇപ്പോൾ ഒരു പുതിയൊരു അറിവ് നമുക്ക് തന്നിരിക്കുകയാണ്. അറിയുന്നവരുണ്ടാവും, പഞ്ചാക്ഷരി എല്ലാവരും പറയുന്ന പോലെ ഓം നമ ശിവായ ആണ്. പക്ഷേ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഓം ഹ്രീം നമ ശിവായ എന്നാണ് ജപിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഗുരുജിയിൽ നിന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോഴാണ് ആ ഒരു
ഒരു അറിവ് പലർക്കും അറിയുന്നുണ്ടാവായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അറിയാത്തവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞവർ ഓം ഹ്രീം നമഃശിവായ എന്നാണ് ജപിക്കേണ്ടത്. അല്ലെങ്കിൽ സന്യാസമായി പോകും, അല്ലെങ്കിൽ സന്യാസിയായി പോകും, കല്യാണമൊന്നും കഴിയില്ല. അതാണ്. അപ്പം മന്ത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്താൽ നമുക്ക് ഫലം, അറിയാതെ നമ്മൾ ചെയ്താൽ ദൈവമല്ലേ നമ്മളോട് പൊറുക്കും. ഗുരുജി, ഞാനും ഓം നമഃശിവായ എന്നാണ്, ഞാൻ കല്യാണം കഴിഞ്ഞൊരു യുവതിയാണ്. അപ്പൊ ഞാനും ജീവിച്ചുകൊണ്ടിരുന്നത് ഓം ഹ്രീം നമഃശിവായ, ഓം ഹ്രീം. അപ്പോഴേ ദാമ്പത്യം വരുന്നുള്ളൂ. നമ്മൾ ഓം നമഃശിവായ അത് വെറും പഞ്ചാക്ഷരിയാണ്. ഗുരുജി, ഞാനൊരു സംശയം ചോദിച്ചിട്ട്, ചെറിയ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരെന്താണ് ജപിക്കുന്നത്? ഓം നമഃശിവായ. ഓം നമഃശിവായ എന്ന് വെച്ചാൽ അവർ ഒറ്റയല്ലേ, അവരുടെ വൈവാഹിക ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ദമ്പതികൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ശക്തി പഞ്ചാക്ഷരി തന്നെ ജപിക്കണമെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല. അതാണ്. ഗുരുജി, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചാണ്, രുദ്രാക്ഷം ചിലവർ സ്വർണത്തിൽ ധരിക്കുന്നവർ, സ്വർണം കെട്ടിച്ച് ധരിക്കുന്നവരുണ്ട്, വെള്ളി കെട്ടിച്ച് ധരിക്കുന്നവരുണ്ട്, അതൊന്നുമല്ല കറുത്ത ചരടിൽ ചുമന്ന ചരടിൽ ധരിക്കുന്നവരുണ്ട്. അത് അങ്ങനെ പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും അങ്ങനെ രുദ്രാക്ഷത്തിൽ ഇന്നതിൽ ധരിക്കണമെന്ന് നിയമം വിധിയില്ല, നിയമപ്രകാരം ഒന്നും പറയുന്നില്ല. രുദ്രാക്ഷം അവനവൻ്റെ ശക്തിക്കനുസരിച്ചിട്ട് സ്വർണത്തിൽ കെട്ടാൻ കപ്പാസിറ്റി ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ സ്വർണത്തിൽ കെട്ടി ധരിക്കാം, വെള്ളിയിൽ കെട്ടേണ്ടവർക്കാണെങ്കിൽ വെള്ളിയിൽ കെട്ടി ധരിക്കാം. ഇനി ഒന്നുമല്ല കറുപ്പ് ചരടിൽ കെട്ടി ധരിക്കേണ്ട, അതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഗുണം എല്ലാത്തിനും ഒരേ ഗുണം തന്നെയുള്ളൂ. സ്വർണത്തിൽ കെട്ടിക്കൊണ്ട് കൂടുതൽ ഗുണമൊന്നും വരികയില്ല. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, ഗുരുജിയെ ഇനി അടുത്ത തവണ കാണുമ്പോൾ സംശയം അദ്ദേഹം ചോദിച്ചിരുന്നു, ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി, നമ്മൾ രുദ്രാക്ഷത്തിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടാണ്, എനിക്ക് പറയാൻ ധാരാളം ഉണ്ടാവും, പക്ഷേ കുട്ടിക്ക് സമയമില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ ഏതൊരു രുദ്രാക്ഷം കിട്ടിയാലും ആദ്യം നമ്മളത് ശുദ്ധജലത്തിലൊന്ന് ഇട്ട് നോക്കണം. രുദ്രാക്ഷം നമുക്ക് എടുക്കുമ്പം വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നെങ്കിലും അതിന് വെയിറ്റ് ഉണ്ട്, അതിൻ്റെ ഡെൻസിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അത് വെള്ളത്തിൽ താന്നാൽ ഒറിജിനൽ രുദ്രാക്ഷം, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ ഒറിജിനൽ അല്ല. അപ്പം എല്ലാവരും രുദ്രാക്ഷം മേടിക്കുന്നവരെ ഗുരുജി പറഞ്ഞ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക. മേടിച്ച രുദ്രാക്ഷം ശുദ്ധവെള്ളത്തിൽ ഇട്ട ശേഷം വെള്ളത്തിൽ താന്ന് കിടന്നാൽ അത് നല്ല രുദ്രാക്ഷമാണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ അത് മോശമാണ്, ആയുസ് കുറവാണ്. അപ്പോൾ ഗുരുജിയുടെ ഈ ഒരു നമ്മുടെ ഇന്റർവ്യൂ കണ്ട് രുദ്രാക്ഷം ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഈ ഒരു പരീക്ഷണം ചെയ്ത് നല്ല രുദ്രാക്ഷം ധരിക്കുക. ഇനിയും ഭഗവാൻ അതിന് അനുഗ്രഹം നമുക്ക് തരട്ടെ. വേറൊരു സമയത്ത് രുദ്രാക്ഷത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ പറ്റി, അതിൻ്റെ രാസഘടകങ്ങളെ പറ്റി ധാരാളം പറയാനുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല. അതെ ഗുരുജി, അപ്പോൾ ഇത്രയും സമയം രുദ്രാക്ഷത്തിൻ്റെ മേന്മകളും എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്ത ഗുരുജിക്ക് 1000 നന്ദി ഞാൻ പറയാണ്. നന്ദി, നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. നല്ലതായിട്ട് വരട്ടെ. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.